ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് ഒരു കിടിലൻ ജോലി അവസരം വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. ജൂൺ 22-ന് ശേഷം ഈ വിൻഡോ നിങ്ങൾ ക്ലോസ് ആക്കും. അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. SSC CGL വഴി നടത്തുന്ന, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വഴി നടത്തുന്ന ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പോയി അപേക്ഷിക്കുക. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലേക്ക് നമുക്ക് വരുന്ന പോസ്റ്റിന്റെ പേര് AEO എന്നാണ്, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നാണ് ആ ഒരു പോസ്റ്റിന്റെ പേര്. ഓക്കെ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് 2 ടിയർ ഉണ്ടാകും. അപ്പൊ CBT 1-ഉം CBT 2-ഉം. അപ്പോൾ CBT 1 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 2-ലേക്ക് പോകാം. രണ്ടിന്റെയും സിലബസ് ഏകദേശം സെയിം ആണ്. പക്ഷേ CBT 2-ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. നിങ്ങൾ BA, BSc, BCom, ഈവൻ PG ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. സാധാരണ നമുക്ക് ചില പോസ്റ്റുകളിലൊക്കെ 27 വയസ്സാണ് SC നമ്മുടെ ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. പക്ഷെ ED പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഏകദേശം എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും, ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഏജ് റിലാക്സേഷൻ OBC കാറ്റഗറിക്ക് 33 വയസ്സ് വരെയും SC STക്ക് 35 വയസ്സ് വരെയുള്ളവർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ഗ്രേഡ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇൻഹാൻഡ് ബേസ് പേ കൂടാതെ നമുക്ക് ഒരുപാട് അലവൻസസ് കിട്ടുന്നുണ്ട് SSC എക്സാംസിന്. HRA, TA, DA, ഈവൻ നമ്മളുടെ മൊബൈൽ ഫോൺ ബില്ല് പോലും നമുക്ക് അതൊരു ലിമിറ്റഡ് എമൗണ്ട് വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു എക്സ്പെൻസ് നമുക്ക് CGL അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു അഡീഷണൽ ബെനിഫിറ്റ്സ് എല്ലാം കഴിഞ്ഞ് മിനിമം നമ്മുടെ ഇൻഹാൻഡ് സാലറി 80,000 രൂപയ്ക്ക് മുകളിൽ, മിനിമം 80,000 രൂപ അതിന് മുകളിലേക്ക് കിട്ടാനുള്ള ഒരു കിടിലൻ പോസ്റ്റ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഡയറക്ടറിന്റെ അണ്ടറിൽ വരുന്ന AEO എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, AEO അടിപൊളിയായിട്ടുള്ള പോസ്റ്റ് ആണ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസിലാണ് വരുന്നത്, ED ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ജോലിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്, ED കേസുമായിട്ട് ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുക, അതുപോലെ തന്നെ അസിസ്റ്റിംഗ് ദ കേസസ് റിലേറ്റഡ് ടു എക്കണോമിക് അഫയേഴ്സ്, അതായത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസും അതുപോലെ അത് പ്രിവെന്റ് ചെയ്യുക, അത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് AEO എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ മേജർ ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ AEOയുടെ ED എന്ന് പറയുന്നതിനകത്ത് നമുക്ക് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുക, അതിന് സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഡെസ്ക് ജോബാണ്, മെയിൻ ആയിട്ട് നമുക്ക് ഡെസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ഫയലിംഗ് ഒഫീഷ്യൽ പേപ്പേഴ്സും മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഒക്കെ നമ്മളുടെ ജോലിയുടെ സ്വഭാവം, അതൊക്കെയാണ് മെയിനായിട്ട് ജോബ് പ്രൊഫൈലിൽ വരുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ ടു ദ ഡെസ്ക് വർക്ക് നമുക്ക് ക്ലറിക്കൽ റെസ്പോൺസിബിലിറ്റീസും പ്രൊഫഷേഴ്സിൻ്റെ ഒക്കെ ജോലി കൂടി വരുന്നുണ്ട്. അത് കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇക്കണോമിക് ക്രൈം സർവീസ് എന്നുള്ളതാണ്. അതായത് AEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കണ്ടക്ടിങ് സർവീസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ എക്കണോമിക് ആയിട്ടുള്ള ക്രൈംസ്, മണി ലോണ്ടറിങ്ങുമായിട്ടാണ് കൂടുതലായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ മെയിൻ ആയിട്ടും നമുക്ക് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലിയല്ല, അതായത് ഇൻഹെറിറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളതല്ല, എക്കണോമിക് ക്രൈംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മുടെ ജോബ് ക്രൈറ്റീരിയൻ വരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം തന്നെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ജോലിയുമാണ്. ഇനി ഇതിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC CGL AEO കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഓഫീസർ,
ദെൻ ഒരു 6 to 8 ഇയേഴ്സിനുള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ദെൻ 8 to 10 നമുക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ, 8 to 10 ഇയേഴ്സിൽ ജോയിന്റ് ഡയറക്ടർ, ദെൻ നെക്സ്റ്റ് അഡീഷണൽ ഡയറക്ടർ ആവാൻ വരെയുള്ള ഒരു സാധ്യത തരുന്ന ഒരു ജോബ് തന്നെയാണ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന SSC CGL ഒരുപാട് നല്ല നല്ല പോസ്റ്റുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് എക്സാം എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഉണ്ടാകും. ഡിസംബറോടുകൂടി മെയിൻസ് എക്സാമും ഉണ്ട്. നമുക്ക് ടൈം വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 3 മന്തിലേക്കുള്ള ക്രാഷ് കോഴ്സ്, അതായത് നിങ്ങൾക്ക് മെയിൻസ് വരെയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.